എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെയും കുഴപ്പം ഫുള്ളായിട്ട് മാറിയിട്ടില്ല, എന്നാലും ദൈവം സഹായിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ ഈ അസുഖമൊക്കെ വരുന്നതിന് മുമ്പിട്ട് എടുത്ത വീഡിയോയായേ. അപ്പോൾ അതിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയില്ല. കുറേ പേര് കുവൈറ്റിൽ നിന്നാണേലും സൗദിയിൽ നിന്നാണേലും കാനഡയിൽ നിന്ന് ഞാൻ വലിയ VIP ആയിപ്പോയി. ഒത്തിരി ആൾക്കാർ കേരളത്തിൽ നിന്നാണേലും എറണാകുളത്തു നിന്നാണേലും ബോംബെ നിന്നാണേലും ഒത്തിരി പേര് വിളിച്ച് എന്തോ പറ്റി എന്നൊക്കെ ചോദിച്ച് അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എന്താ ഒരു ക്ലാരിറ്റി ഇല്ലല്ലേ, പക്ഷെ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല, നേരത്തെ എടുത്തു വെച്ചതാ. അതുകൊണ്ട് ആ നേരത്തെ വീഡിയോയുടെ ബാക്കിയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ഇന്നത്തേതിൽ ചിലപ്പം മീൻകറിയൊക്കെ ചൂടാക്കുന്നത് അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ഇതെന്നത്തെയാണ്. സത്യം പറഞ്ഞാൽ ഈ 2-3 ദിവസം എനിക്ക് ഒട്ടും പനിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ചുമച്ചുള്ള ചെസ്റ്റിലുള്ള വേദനയും ബോഡി പെയിനും ആയിരുന്നു. ഒരു ദിവസം കഴിച്ചാൽ ഇവിടെ ഇരുന്ന് ജോലി ചെയ്തത്. നമ്മൾ ഈ ജോലി ചെയ്യുന്നവർ കിടക്കുമ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം കുടിച്ച് വെക്കും. ജോലി ചെയ്യാതെ ഒരിടത്തിരിക്കുമ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ പോകും. അതിന് റീച്ചാൽ എന്നെ ചീത്ത വിളിയായിരുന്നു. അപ്പോൾ മസാലയുടെ എങ്ങനെ ഒരു ദിവസം അപ്പനും മോനൂടെ മോരുകറി ഉണ്ടാക്കി, ഒരു സവാളയൊക്കെ തുണ്ടം അരിഞ്ഞ് കടുകൊക്കെ വറക്കാൻ എടുത്ത് പോളുമ്പം പറഞ്ഞു, അതാണ്ട് മമ്മി ഉണ്ടാക്കുമ്പോൾ ഉള്ളതുപോലെ അതാണ്ട് ഇങ്ങനെ വന്ന് കടുക് വറക്കുമ്പോൾ മേളി ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നത്. റീച്ചാൽ മുളക് കൂടെയൊക്കെ ഇട്ട് കലക്കിയൊക്കെയാണ് ഉണ്ടാക്കിയത്. റീച്ചാൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചാലേ ഒക്കത്തുള്ളൂ. പോള് പറഞ്ഞു എനിക്ക് വേണ്ട അത്, പക്ഷേ കഴിച്ചവരൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നെ ചീത്ത പറഞ്ഞ് പോയി കിടക്കുമെന്ന് പറയും. നമുക്കില്ല കിടക്കാൻ, ജോലി ചെയ്യുന്നവർക്കില്ലേ കിടക്കാൻ പറ്റത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും എണീറ്റ് പോകും. അപ്പോൾ ഞാൻ പറയും, ഈ അടുക്കളയിൽ വരുമ്പോഴാണ് എനിക്ക് ചുമ കൂടുതൽ പോകുമെന്ന് പറയും. അങ്ങനെയൊക്കെ അങ്ങ് പോയി. ഇതല്ലേ എണീറ്റ് ഓടി നടക്കുന്നവരൊന്ന് കിടക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെച്ചാൽ, എങ്ങനെ 2-3 ദിവസം പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഈ ചുമ കൊണ്ട് എൻ്റെ മുഖം ഇത്ര ഇങ്ങനെ ഇരിക്കുന്നത്. ചുമയെന്ന് വെച്ചാൽ തലയും കുടങ്ങ് പൊട്ടിപ്പൊളക്കുന്ന വേദനയായിപ്പോയി, അതുപോലുള്ള ചുമയായിപ്പോയി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് പോകാമേ. അന്ന് രാവിലെ ഉണ്ടാക്കിയത് പോഹയായിരുന്നു. പോഹ അതിനായിട്ട് ഞാൻ വെള്ള അവൽ അതെടുത്തൊന്ന് കഴുകിയിട്ട് വെള്ളം വാലാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. ഇവിടെ പോഹ ഈ പിള്ളേർക്ക് അങ്ങനെ ഇഷ്ടമല്ല, പക്ഷേ അവർ കഴിക്കും ചിലപ്പം, ഇടുവാണ്. ഇവർക്ക് ഇതിനകത്ത് ഈ കപ്പലണ്ടി ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. പക്ഷേ ആ കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിലേ ഒരു ടേസ്റ്റുള്ളൂ. എനിക്കും റീച്ചാനൊക്കെ കപ്പലണ്ടി ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമാണ്. ഈ പിള്ളേർക്ക് അത് ഇഷ്ടമല്ല. ഇതിലേക്ക് ഞാനൊരു 1-2 പച്ചമുളക് കൂടെ കീറിയിടുന്നുണ്ട്. ഇതിലിച്ചിരി പച്ചമുളകൊക്കെ ചേർക്കുമ്പോഴേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഞാനിതിലേക്ക് ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾക്ക് പ്രെയർ കഴിഞ്ഞുകൊണ്ടെങ്കിൽ അവിടുന്ന് പോഹയാ കിട്ടിയത്. അപ്പം നല്ലൊരു സൈസ് ഇച്ചിരി ഒരു ഡ്രൈ പോലല്ലായിരുന്നു, ഇത്തിരി ഒരു സോഫ്റ്റ് പോലായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഇരുന്ന ഒരു പുള്ളിക്കാരി എന്നോട് പറഞ്ഞ്, അവർ മഹാരാഷ്ട്രീയനായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ്, സിസ്റ്റർ ഇത്തിരി വെള്ളം ഇങ്ങനെ ഒന്ന് തളിക്കണമെന്ന്. ഇതിൽ ഞാൻ ഇച്ചിരി ജീരകം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പൊട്ടി വന്നോണേ അതിലേക്ക് ഞാൻ കപ്പലണ്ടി ഇട്ട് കൊടുത്ത്. ഇത് പച്ചക്കപ്പലണ്ടി ആയിരുന്നു. അത് ഇച്ചിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്നുണ്ടാക്കാം. ഈ പോഹയൊക്കെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇവിടെ കിട്ടും അവലും 2 ടൈപ്പുണ്ട്. ഇത്തിരി സോഫ്റ്റായ അവലും ഉണ്ട്. അതല്ല ഞാൻ എടുത്തേക്കുന്നത്, ഇച്ചിരി കട്ടിയുള്ള അവലാണ് എടുത്തേക്കുന്നത്. ചിലർ ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് പുഴുങ്ങിയിട്ട് അതിങ്ങനെ അരിഞ്ഞ് ചേർക്കും ഇതിൻ്റെ അകത്ത്. അതും നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഉരുളൻകിഴങ്ങ് കടിക്കാൻ കിട്ടുന്നതും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വയ്യാഴി കൊണ്ട് ഞാൻ ഇവിടെ മഴയൊക്കെ പെയ്തായിരുന്നു. ആ മഴയുടെയൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയതൊന്നുമില്ല. ഒരു ദിവസം ഞാൻ എടുത്തായിരുന്നു. ഇവിടെ രാവിലെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മരം ഇങ്ങനെ അങ്ങ് ചാഞ്ഞ് ഇങ്ങോട്ടിങ്ങ് നമ്മുടെ ഈ ഗ്രില്ലിൻ്റെ അവിടോട്ടിങ്ങ് വന്ന് നല്ല മഴ, 2-3 മഴ പെയ്ത്. പിന്നെ അങ്ങോട്ട് ചാറ്റലേ ഉള്ളായിരുന്നു. എന്നാലും ചൂടിനൊരു കുറവില്ല.
പെയ്യേണ്ട രീതിയിൽ ഒരു പെയ്ത്ത് പെയ്തിട്ടില്ല. എനിക്കാവുമായിരുന്നെങ്കിൽ ഞാനന്ന് വീഡിയോ ഒക്കെ എടുത്തേനെയായിരുന്നു. കാരണം അത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ മരുന്ന് കുടിച്ച് നമ്മളങ്ങ് മാണ്ടങ്ങ് കിറുങ്ങി കിടക്കുന്നത് പോലെ ആയിപ്പോയി. അങ്ങ് എന്തോലും ചെയ്യണമെന്നൊക്കെയുണ്ട്. പക്ഷേ അടുക്കളയിലോട്ട് പോയി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങ് പാത്രമൊക്കെ പിടിക്കാൻ പോയി അങ്ങ് വിറയ്ക്കുവാങ്ങ്. ഇപ്പം എന്തെങ്കിലും നമ്മൾ കണ്ടിക്കാനെങ്ങാനും എടുക്കുവാണെങ്കിൽ ചെയ്യേണ്ട സാഹചര്യ ശരിക്കായിരിക്കത്തില്ല നമ്മൾ ചെയ്യുന്നത്. അതെന്താണെന്നോ, ഈ ചുമ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനാണെങ്കിൽ 3 നേരം ഒക്കെ കഫ് സിറപ്പ് കുടിക്കേണ്ടിയേ. ഞാൻ ഇടയ്ക്കൊക്കെ എടുത്തങ്ങ് കുടിക്കുമായിരുന്നു. അങ്ങനെ കുടിച്ചുകൂടാ, പക്ഷേ ആ ചുമ അങ്ങ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഫ്ലാസ്ക് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചൊഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ട ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കിക്കൊണ്ടിരിക്കും, നനച്ചിരിക്കും. എങ്ങനെങ്കിലും ഇതൊന്ന്, എന്നിട്ട് എനിക്കാണെങ്കിൽ ചൂട് കാരണം ഈ തലയെ കെട്ടുന്നത് ഇഷ്ടമേ. പിന്നെയും കാറ്റടിക്കാതെന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ തലയെ കെട്ടും. എന്നിട്ട് സോക്സൊക്കെ ഇട്ട് കിടക്കും. അപ്പോൾ രാത്രിയിലാകുമ്പോൾ പകൽ നമുക്ക് ഈ സോക്സ് ഇട്ട് നടക്കാൻ ഒരു ബുദ്ധിമുട്ട്. എപ്പോഴും ഈ ടോയ്ലറ്റിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ പകലിടാറില്ല. രാത്രി പിന്നെ ആദ്യത്തെ ദിവസം ഭയങ്കരമായിരുന്നു ചുമ. പിന്നെ ഞാൻ വിക്സ് ഇട്ടിട്ട് സോക്സൊക്കെ ഇട്ട് കിടക്കും. കുറച്ച് നേരം കിടക്കും, പിന്നെയും ഇതുപോലെ ഡ്രൈ കഫ് ഇങ്ങനെ വരും. അപ്പം നമ്മൾ കഥ പറഞ്ഞ് അവലൊക്കെ ഞാൻ ഇട്ട്, എന്നിട്ട് ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിൽ ഇച്ചിരി പഞ്ചസാരയും ചേർക്കും. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാൻ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ അടച്ചു കൊടുത്തു. തീ ഓഫാക്കിയാലും കുഴപ്പമില്ല, ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് ഞാൻ ഓഫാക്കിയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇച്ചിരി കഴിഞ്ഞ് ഇളക്കി. ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ എല്ലാം കഴിഞ്ഞു. വെള്ളം ഒരു വലിയ ചരുവത്തിൽ തിളപ്പിച്ച് വെച്ചു. അടുത്ത ഇവിടെ ഇരിക്കുന്നു. ഇനി അരി കഴുകിയിടട്ടെ. വെള്ളം ഇപ്പം എത്ര തിളപ്പിച്ചാലും തികയുന്നില്ല. ഒരു വലിയ ഇതുമായിരുന്നു തിളപ്പിക്കുന്നത്, അത് തികയുന്നില്ല. ചൂടല്ലേ. ഇത് അച്ചാറൊക്കെ കോരാൻ വന്ന് വലിയ തവിയത്. അപ്പോൾ കാബേജ് തോരൻ വെക്കാനായിട്ട് ഞാൻ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. കാബേജൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞ് തേങ്ങയും തിരുമ്മി വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർക്കാം. സമയം കിട്ടുന്ന സമയത്ത് തേങ്ങയൊക്കെ അങ്ങ് തിരുമ്മി വെക്കുന്നത് നല്ലതാണ്. ഇപ്പം സവാളയ്ക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ കൂടുമെന്നാണ് പറയുന്നത്. മഴയായില്ലേ, അപ്പം വില ഇനിയും കൂടും. അതുപോലെ വെളുത്തുള്ളിയുടെയും വില വീണ്ടും കൂടുക, 300 വരെ പോകുമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചോണ്ടേ 1 കിലോ 70 രൂപ. കാശ്മീരിയുടെ വില ഇത്തിരി കുറഞ്ഞെന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മഹാരാഷ്ട്രൻ പൊടിപ്പിക്കുന്ന, നമ്മുടെ മുമ്പിൽ വെച്ചാൽ പൊടിപ്പിക്കുന്നത്, പക്ഷേ അയാൾ പറയുന്നതിലും സത്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും 1200 രൂപ കിലോ. അപ്പോൾ റേച്ചാൻ പറഞ്ഞ് വില കുറഞ്ഞെന്ന് പറയുന്നല്ലോ എല്ലായിടവും. അപ്പോൾ അയാൾ പറയുന്നത് അതിലൊക്കെ മിക്സിങ് കാണും, കളറിങ് ചേർക്കും. എൻ്റെ ഇവിടുന്ന് വാങ്ങിക്കുന്നതിൽ യാതൊരു മായവും ഇല്ല, നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ പൊടിപ്പിച്ച് തരുന്നതെന്ന്. അതിൽ കുറഞ്ഞ റേറ്റിലുള്ള മുളക് പൊടി ഉണ്ട്. ഇന്നലത്തെ മീൻകറി ഇച്ചിയും കൂടെ ഉണ്ട്, അതൊന്ന് തിളപ്പിച്ച് വെക്കട്ടെ. രാത്രി തിളപ്പിച്ച് ഇനി ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കട്ടെ. നമുക്കിത് ചോറുമുണ്ട്, ബാക്കി വന്ന ചോറുമുണ്ടേ ഒരു സ്നാക്സ് ഉണ്ടാക്കാം. ഇപ്പോൾ ചൂടായതുകൊണ്ട് ചോറ് പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ ചോറ് ഇച്ചിരി ഉണ്ടായിരുന്നു, അത് 2 കപ്പ്. ഇതിലേക്ക് ഞാനൊരു സവാള, നല്ല 2 തണ്ട് കറിവേപ്പില ഞാനൊന്ന് മുറിച്ചിട്ടുണ്ട് കൈകൊണ്ട്, 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി വേണം. ഞാൻ പറയാം. ആദ്യം നമുക്കിതൊന്ന്
മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് പഴസിയെടുക്കുക. ക്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചോറൊന്ന് മുറിഞ്ഞ് കിട്ടണം. ഒത്തിരി അങ്ങിട്ട് അരച്ചങ്ങ് പായസം പോലെ ആക്കണ്ട. ചോറ് നമുക്ക് മുറിഞ്ഞ് കിട്ടണം. ഇതിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്കിനി ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നു. പിന്നെ നമുക്ക് നോക്കാം. പറയുമ്പോൾ നിങ്ങൾക്ക് തിന്നാൻ തോന്നത്തില്ല. തിന്നുമ്പോ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അവൻ ചോദിച്ചത് നമ്മളിങ്ങനെ പച്ചയ്ക്കാന്നോ തിന്നുന്നേ അതോ ഇനി വേവിച്ചാന്നോ തിന്നുന്നതെന്ന്. അവരോട് പറഞ്ഞാൽ പിന്നെ അവർക്ക് ടേസ്റ്റ് കാണത്തില്ല, തിന്നത്തില്ല. 1 ടേബിൾ സ്പൂൺ കൂടി ഇടുവാണേ. ഇച്ചിരി ഒരു കട്ടി വേണം. നമുക്ക് മീൻസ് ഇങ്ങനെ നമുക്ക് എടുത്തൊന്ന് എണ്ണയിലിടണം. 1.5 ടേബിൾ സ്പൂൺ ഇട്ട് ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇങ്ങനെ ഉരുട്ടി നമുക്ക് എണ്ണയിലിടണം. ഇനി നമുക്ക് ചെറിയ ചെറിയ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ട് കൊടുക്കാമേ. മീഡിയം ഫ്ലെയിമിൽ കിടന്ന് അത് വേവട്ടെ. 1-2 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഇളക്കി കൊടുക്കാം. തിരിച്ചിട്ടിങ്ങനെ കൊടുക്കാം. അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അതൊന്നും മൊരിഞ്ഞിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വേവിക്കണേ, കാരണം ചോറാകുമ്പോൾ അതൊന്നും അകം വേവണം. പുറം നല്ല ക്രിസ്പി ആയിരിക്കും. അതുകൊണ്ട് തീ ഒത്തിരി കൂട്ടിയിടാതെ ചെറിയ തീയിലിടുക. നിങ്ങൾക്ക് കൈ കൊണ്ട് ഇടാൻ വയ്യെങ്കിൽ സ്പൂണും കൊണ്ടും ഇങ്ങനെ ഇടാം. കയ്യിൽ ഒട്ടുന്നെങ്കിൽ ഒരിത്തിരി വെള്ളം എടുത്തിട്ട് നമ്മളില്ലേ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കൈ ഒന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് കൈ ഇങ്ങനെ എടുത്തിടുവാണെങ്കിൽ കയ്യിൽ ഒട്ടത്തില്ല. അങ്ങനെ ഞാനെല്ലാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. കഴിച്ചോ? ഞാൻ പോവാം. തന്നെ കാര്യം പറഞ്ഞ് ഭയങ്കര കളി. അങ്ങനെ ഞാൻ ഇപ്പോൾ എടുത്തതാ. ഞാൻ എടുക്കുന്ന കണ്ടെണ്ണ പിന്നെ അങ്ങ് നിർത്തി. പക്കോട, ചോറ് കൊണ്ടുണ്ടാക്കിയ പക്കോട റെഡിയായി. കുറച്ചെല്ലാവരും കഴിച്ചു. ഉണ്ട് നല്ല ക്രിസ്പിയാ പുറം. ഇത് പക്ഷേ ചൂടോടെ തിന്നണം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് സോഫ്റ്റ് ആവും. ചോറ് ഇപ്പം ഞാൻ 2 പാത്രത്തിലാക്കി. ഇന്നത്തേക്കിനുള്ളത് നാളത്തേക്കിനുള്ളത് ഇപ്പം തണുത്തിട്ടങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പം ചൂടായതുകൊണ്ട് പെട്ടെന്നെല്ലാം പന്നലാകും. അതുകൊണ്ട് പെട്ടെന്ന് തണുത്ത ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കും. അപ്പം ഞാൻ ഉച്ചയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ആഹാരമൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ ഇതുണ്ടാക്കി ചൂടോടെ പിള്ളേരൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു അവർക്ക്. നല്ല കറുമുറ ക്രിഞ്ചി ആയിട്ടിരുന്നു. അപ്പം മിക്ക ആൾക്കാരും ചോറൊക്കെ ഇത്തിരി പന്നലായിട്ട് ഇതായിട്ട് അങ്ങനെ വരുവാണെങ്കിൽ കളയുന്നവർ കാണും. അപ്പം ഇങ്ങനെ കളയാതിരുന്ന് ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല അടിപൊളി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് കഴിക്കാൻ എടുത്തത്. അപ്പോൾ ഇത്തിരി കടല കറി ഇത്തിരി ഉണ്ടായിരുന്നു. അത് ഞാൻ വറ്റിച്ച് ഇത്തിരി കടല മസാല പോലാക്കി. ഇച്ചിരി കടല മസാലയും
ഇത്തിരി നേരത്തെ പയർ തോരനുണ്ടായിരുന്നു. പയർ തോരനും കാബേജ് ഞാനിപ്പം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇത്തിരി ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പക്കോടയും 2-3 എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ മീൻകറിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.